ആക്ച്വലി ഹൂസ് ദിസ് ലേഡി? ഈ പുള്ളിക്കാരി വന്നില്ലായിരുന്നു. ഇത് വന്നില്ലല്ലോ. ആദ്യം കുട്ടി പേര് പറ, കുട്ടി കിടന്ന് തുള്ളാതെ. ഓ ഹെസ്റ്റർ, ഹെസ്റ്റർ ഇങ്ങോട്ട് വരൂ. ഹെസ്റ്റർ, ഹെസ്റ്റർ കമോൺ കമോൺ, സെന്ററിൽ വരൂ, സെന്ററിൽ വരൂ. റേഡിയോ ഇല്ലെന്ന് തോന്നുന്നു. ആ ഹെസ്റ്റർ, ഹെസ്റ്റർ എന്താണ് ഹെസ്റ്റർ ഈ ഡ്രസ്സിന്റെ പുറകിലുള്ള ഒരു ഇത്? എന്റെ പൊന്ന സ്ത്രീയെ, എന്താണ് ഈ ഡ്രസ്സിന് പിന്നിലുള്ള ഉദ്ദേശശുദ്ധി? എന്തുകൊണ്ട് ഈ ഡ്രസ് ഇട്ടു? എന്താണ് ഈ ഫാൻസി ഡ്രസ്സിന് ഇടാനുള്ള കാരണം? അതിന് തുണിയൊന്നും ഇല്ലല്ലോ ഇതായിട്ട്. എന്താണ് എന്താണ് കൊള്ളാം കൊള്ളാം കൊള്ളാം. ഒരു ഡിപ്രഷനിലൂടെയൊക്കെ കടന്നുപോയി ഒരു പവർഫുൾ വുമനായി മാറിയ ഒരു കൊള്ളാം കൊള്ളാം. നൈസ് 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 ആയിട്ടുണ്ട്, നൈസ് ആയിട്ടുണ്ട്. അല്ല റൈറ്റിലേക്ക് തന്നെ പോക്കോ, റൈറ്റിലേക്ക് തന്നെ പോക്കോ. തേർഡ് സെക്കൻഡ് ഫസ്റ്റും തെരഞ്ഞെടുത്തോണേ. ദൈവത്തെ ഓർത്ത് ഈ ഇത്ര ആൾക്കാർ, ഈ ലെഫ്റ്റിൽ നിൽക്കുന്ന ഇത്ര ആൾക്കാർ ഫ്രണ്ടിലോട്ട് വരി വരിയായിട്ട് നിൽക്കേണ്ടതാണ് എന്നറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾ തന്നെ എല്ലാരും പരിപാടിയിരിക്കണേ. ഇയാളുടെ പേരെന്തെടുത്ത് കുക്കുടു കുടുക്ക ഫ്രണ്ടിൽ നിന്ന് മാറി നിൽക്കണേ. കുടുക്കയുടെ കുടുക്ക മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞേ. ഇതൊരു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോട്ട് എന്ന് പറയുന്ന ഇത് ക്ലബാണോ അതോ നോട്ട് എന്ന് പറയുന്ന ഗ്യാങ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ തന്നെ ആദ്യമായി ഒരു അപ്രീസിയേഷൻ രേഖപ്പെടുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കേണ്ടതാണ്. ഇത്രയും കിടിലമായി ലൈറ്റിംഗ് സെറ്റപ്പും ഇത്രയും വലിയ സ്റ്റേജും ഇത്രയും ഇതൊക്കെയായിട്ട് നടത്തിയ ഒരു നോട്ട് എന്ന് പറയുന്ന ഗ്യാങ്ങിന് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കൺഗ്രാറ്റുലേഷൻസ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫാൻസി ഡ്രസ്സും ഫാഷൻ ഷോയും തമ്മിലുള്ള വ്യത്യാസം അറിയാത്ത കുറേ പേര് വന്നായിരുന്നു. അപ്പോൾ ഇത് ഫാൻസി ഡ്രസ് ബേസിസിൽ മാത്രം കൺസിഡർ ചെയ്തെടുക്കുന്ന സംഭവം ആയതുകൊണ്ട് തന്നെ ഈ പൂക്കി സ്കോട്ട്, മൈക്കിൾ ജൂഡ്, ആന്യ, ദേവകി, ഡെലൂലു, കുടുക്ക, പാച്ചൂസ്, പിന്നെ ദൂതൻ, ഇത്രയും പേരുമാണ് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ള ഫാൻസി ഡ്രസ് എന്ന വിഭാഗത്തിൽ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ്. അപ്പം റോമിയോ ജൂലി അതുപോലെ ആ പുള്ളിക്കാരൻ ഇരിക്കുന്ന കണക്ക് തന്നെ ഇപ്പൊ ഇരുന്നിട്ട് താഴോട്ട് ഇറങ്ങി വലത്തോട്ട് ഓടുക. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫസ്റ്റ് ഒരു മിനിറ്റ് സെക്കൻഡ് തരണേ. എന്റെ പൊന്നി എടാ, വായും പൊളിച്ച് എന്തെങ്കിലും പറയുന്നത് ഫസ്റ്റ് ആർക്ക് കൊടുക്കൂ? ഇപ്പൊ കൊടുത്താലോ? ഇത് മൊത്തം എത്ര പ്രൈസ് ആണ്? തേർഡ് 3 പ്രൈസ് അല്ലേ? തേർഡ് പ്രൈസ് ആണ് തുടങ്ങുന്നത്. അതാ ഞാൻ പറഞ്ഞത്, തേർഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ആക്ച്വലി തേർഡ് പ്രൈസ് ഗോസ് ടു മൈക്കിൾ ജൂഡ് അക്ക ഗോജോ എന്ന കഥാപാത്രത്തിൽ അഭിനയിച്ച മൈക്കിൾ ജൂഡ് ആണ് തേർഡ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് പ്രൈസ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട പൂക്കി സ്ക്വാഡാണ്. ഫസ്റ്റ് പ്രൈസിന് ഇവിടെ അമ്പിച്ചൊരു മത്സരമാണ് നടന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൈഡർ, ഞാൻ ഇറങ്ങി പോകും കേട്ടോ, നിങ്ങൾ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പറ, ബാക്കി ഞാൻ പറയത്തില്ലേ. അപ്പം ഫസ്റ്റ് പ്രൈസിന് ഒരു വമ്പിച്ച മത്സരമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോത്തിക് കൾച്ചറിനെ ചൂണ്ടിക്കാണിക്കുന്ന രീതിക്ക് പാച്ചൂസ് അവിടെ നിൽപ്പുണ്ട്. എന്നാൽ സ്പൈഡർ മൂണും എന്നാടാ ഉവ്വേ, ഞാൻ നിർത്തി പോണോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പിന്നെ ഇതിലെ പ്രത്യേക ഒരു എടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഡെലൂലു ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ ദൂതൻ നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്ലാഷ് ഡെലൂലും ദൂതനും പാച്ചൂസും ഒക്കെ ദേവകയും ഒന്ന് ക്ഷമിക്കണം. കാരണം ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് നമ്മുടെ സ്പൈഡർ ഗേളായ ആന്യയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടും ഏറ്റവും ഒരു നൂതന സാങ്കല്പിക വികസനമായിട്ടുള്ള വന്നിട്ടുള്ള ഒരു
കുട്ടി അത് ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നിട്ടുള്ളത് അന്യാണ്. സോ ആന്യ കൺഗ്രാറ്റുലേഷൻ ഫോർ ദ ഫസ്റ്റ് പ്രൈസ്. ആന്യ എത്രയായിരുന്നു? 50 കോടിയാ? ആന്യ ഒരു മിനിറ്റ്, ഞാൻ ഫ്രണ്ടിലോട്ട് വരട്ടെ. ആന്യ കൺഗ്രാറ്റുലേഷൻ. ആന്യ കൺഗ്രാറ്റുലേഷൻ ഫോർ ദ ഫസ്റ്റ് പ്രൈസ്. പിന്നെ ഈ മത്സരിച്ച എല്ലാവരും കിടിലങ്ങളായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എഫേർട്സിനും എല്ലാത്തിനും അതിയായ സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. നല്ല പരിപാടിയാണ്. പ്രോത്സാഹന സമ്മാനം എന്ന നിലയ്ക്ക് എന്റെ വക എല്ലാവർക്കും ഒരു 3 കോടി വെച്ച് തരുന്നതാണ്. ഈ നിൽക്കുന്ന ബാക്കി വേണ്ട ഈ നിൽക്കുന്ന ബാക്കിയുള്ളവർക്ക് സമ്മാനം കിട്ടാത്ത എത്ര പേരുണ്ട്? 1 2 3 1 2 3 4 ഈ 4 പേർക്ക് ഞാൻ ഒരു 5 കോടി വെച്ച് കൊടുക്കുന്നതായിരിക്കും. ഓക്കെ അപ്പം അത് നാളത്തേക്ക് വന്ന് വാങ്ങിക്കേണ്ടതാണ് എല്ലാവരും. അപ്പം ഇത് നടത്തിയ നോട്ട് അധികൃതർക്ക് വീണ്ടും ഒരു കൈയ്യടി രേഖപ്പെടുത്തുന്നു. പിന്നെ സമ്മാനം കിട്ടാത്തവർ വിഷമിക്കേണ്ട, വീണ്ടും പരിശ്രമിക്കൂ. നിങ്ങളെല്ലാവരും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മനുഷ്യനായതുകൊണ്ട് ഈ ദേവകിയുടെ പോസ് മാറണം, ഇടിക്കാൻ നിൽക്കുന്നവനെ കൊണ്ട്. ഓക്കെ, ഫസ്റ്റും സെക്കൻഡും തേർഡും നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോക്കി മാമനോ പെണ്ണുപിള്ള ഇത് ആദ്യം വിളിച്ചിരുന്നെങ്കിൽ മോളുടെ അടിച്ച് കവാല കറി ഓടിച്ചിട്ട് ഞാൻ ഫസ്റ്റ് പ്രൈസ് പോയിട്ട് ലാസ്റ്റ് പ്രൈസ് പോലും തരത്തില്ലായിരുന്നു. മനസ്സിലായോ? ജോക്കി അങ്കിളോ? കൊച്ചിന് എത്ര വയസ്സ്? പ്രത്യേക ഒരു മെൻഷൻ എന്ന് വെച്ചാൽ കുടുക്ക രതീഷ് ഇവിടെ ഉണ്ടെങ്കിൽ എന്റെ പൊന്ന് കുടുക്കെ ഇങ്ങോട്ട് കുടുക്കയുടെ നമ്പർ ഡിലേ ഉണ്ട്. ആറ്റുകാലെ ഇവിടെ ഉണ്ടോ? ആറ്റുകാലെ പത്രത്തിൽ ഇടണേ. ഫസ്റ്റും ദൈവത്തെ ഓർ തലമുണ്ടാക്കരുത്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒന്ന് വന്ന് നിന്നൊരു ഫോട്ടോ എടുക്കേണ്ടതാണ്. ഒന്ന് ഇതെവിടാ നിക്കണ്ടേ? അധികൃതർ പോയോ? പിന്നെ ഈ നിക്കുന്ന എല്ലാവരുടെ കൂടെ ഞാൻ എന്റേതായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. കേക്കാവോ എല്ലാവർക്കും? ഈ വരുന്ന ഒരു ഇലക്ഷൻ വരുന്നുണ്ട്. ആ ഇലക്ഷന് മേയറായിട്ട് മത്സരിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദൈവത്തെ ഓർത്ത് എല്ലാവരുടെയും വോട്ടുകൾ എനിക്ക് തന്നെ തരാതിരിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ കാരണങ്ങളും കൂടെ രേഖപ്പെടുത്തി എന്നെ ഒന്ന് കണ്ടാൽ മതി. അത് ഞാൻ മാറ്റിത്തരാം. ചിഹ്നം മോനെ ഇതൊരു ചിഹ്നം തീരുമാനിച്ചിട്ട് പറയാം. അപ്പൊ എല്ലാരും വോട്ട് ചെയ്യണം കേട്ടോ. ഇതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ? എന്റെ തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ പാളിപ്പോറുണ്ട്. പക്ഷേ മക്കളെ, നിങ്ങൾ എല്ലാവർക്കും അനുയോജ്യമായ സ്ഥാനങ്ങൾ തന്നിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു ഫോട്ടോ എടുക്കണ്ടേ? എല്ലാരും കൂടെ വന്നിരുന്ന ഒരു ഫോട്ടോ എടുക്കായിരുന്നു. ഇപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് ഹെലി പിറ്റിംഗ് ഇവന്റ് ഉണ്ട്. അപ്പൊ ഈ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് റേഡിയോ 20 കണക്ട് ചെയ്ത് നമ്മുടെ